ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ഒരു മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ, പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഒരു 3-4 എണ്ണം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പതിയെ ഒന്ന് ചതച്ചത്. ഇത്രയും സാധനം ഇട്ട് ബീഫ് നല്ലപോലെ ഒന്ന് തിരുമിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 10 വിസിൽ കേൾപ്പിക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്ന ബീഫാണിത്. അങ്ങനെ നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. സാധാരണ മസാലകൾ ഒരുപാട് ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബീഫിൻ്റെ ടേസ്റ്റ് അല്ല ഈ ബീഫിന്. വേറൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ല കട്ടിയുള്ള, അടിയിൽ നല്ല കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. ആ ഉരുളിയിലാണ് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ ഓയിലിലേക്ക് നല്ല തേങ്ങാക്കൊത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ബീഫെല്ലാം ഇട്ടത് ശേഷം തേങ്ങാക്കൊത്ത് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അത് ആ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ്, ആ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ സവാള ഒന്ന് അരിഞ്ഞെടുക്കുക. ഏകദേശം ഒരു സവാള എടുത്തിട്ടുള്ളൂ. അങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം, ഒന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന്. ക്യാപ്സിക്കം ഒക്കെ അരിയുന്നത് പോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ശരിക്കും ഇതിനകത്ത് നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുമില്ല. അങ്ങനെ ഈ ചുവന്നുള്ളി വഴന്ന് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സവാള കൂടി ക്യൂബായിട്ട് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ കൂടെ തന്നെ നല്ലപോലെ വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സവാള ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എന്ന് കരുതി കരിഞ്ഞു പോകാനല്ല, പതിയെ നിറമൊക്കെ ഒന്ന് മാറി ഒരു പ്രത്യേകതരം സ്മെല്ലൊക്കെ വരും ചുവന്നുള്ളി നല്ല മൂത്ത് വരുമ്പോൾ. സോ ആ സ്മെല്ലൊന്ന് മാറി നല്ല സ്മെല്ല് വരുന്നത് വരെ നമ്മളൊന്ന് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടുക്കി പിടിക്കാതെ നോക്കണം. നല്ലപോലെ ഒന്ന് വഴന്ന് ഇപ്പം നല്ലപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികളാണ്. കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. സാധാരണ ബീഫ് കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ ഒരുപാട് പൊടികൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നേ ഇല്ല. വളരെ കുറച്ച് പൊടികൾ ഇട്ടിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ചപ്പോൾ ഓൾറെഡി ഇട്ടിരുന്നു മഞ്ഞൾപ്പൊടി, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. ആ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം മീറ്റ് മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ അകത്തേക്ക് മസാലകൾ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തേങ്ങാക്കൊത്തും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ല ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു പുളിപ്പും ടേസ്റ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ്, ആക്ച്വലി വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചതാണെങ്കിൽ കൂടിയും ഇപ്പോൾ അതിനകത്ത് ആക്ച്വലി വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബീഫെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അത് കുറച്ച് നേരം കിടന്ന് ഒന്ന് വെന്ത് ഡ്രൈ ആയി വരികയാണ് ചെയ്യുന്നത്. സോ ഇത് സോയാ സോസും അതിൻ്റെ അകത്തേക്ക് ബീഫ് വെന്ത കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ബീഫ് ഫുള്ളായിട്ടും അതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കുകയാണ്. സോ ബീഫെല്ലാം ചട്ടിക്കകത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ബീഫ് കറിയുടെ ടേസ്റ്റേ അല്ല ഇതിന്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ സോയാ സോസിൻ്റെ ഒരു പുളിയും
ഒക്കെ ഉണ്ടാവും. ഭയങ്കര നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര രുചിയായിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ബീഫ് കറീനെക്കാട്ടിലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.